ജ്യോതി മാം, ABC മലയാളത്തിലേക്ക് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, എന്തൊക്കെ കാര്യങ്ങളാണ് കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്? കർക്കിടകം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെ മനസ്സിലൊരു നനവാണ്. നല്ല മഴ, ദുരിതം കൂടും, ബസ്സിലുള്ള യാത്രയാണെങ്കിലും പാടാണ്. അപ്പോൾ പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്ക്, ഇരുട്ടാണ്, വഴികളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ദുർഘടം പിടിച്ച് യാത്ര ചെയ്യാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും പിന്നെ നമുക്ക് ജോലിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പണ്ടൊക്കെ കൃഷിയായിരുന്നു. അപ്പം കൃഷി കാര്യങ്ങളിലൊക്കെ ഈ നനവ് ശക്തിയായ മഴ വരുമ്പോൾ ആർക്കും ഒന്നുമില്ല, ദാരിദ്ര്യം. അതുകൊണ്ടാണോ ഈ പഞ്ഞമാസം? അതുകൊണ്ടാണ് പണ്ട് ചൊല്ലുണ്ട്, കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നു. അപ്പോൾ ദുർഘടമായൊരു മാസമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. പിന്നെ അതിന് വേറെ കുറച്ച് ആത്മീയ തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണായനാണ്, സൂര്യൻ ദക്ഷിണം ദിക്കിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് ആ സമയം ശരിക്കും പറയുന്നത് ദൈവിക കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ദേവന്മാർ ഉറങ്ങുന്ന സമയമാണ്. അപ്പോൾ ദേവന്മാരുണർന്ന് ഇരിക്കുന്ന സമയമല്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ ചൈതന്യം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം. അപ്പോൾ ആത്മീയമായ തലത്തിലേക്ക് നമ്മൾ സ്പിരിച്വലി നമ്മളൊന്ന് ഉണരേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് കൂടുതൽ പ്രാർത്ഥനകൾ, അമ്പലങ്ങളിലൊക്കെ പോവുക, രാമായണം വായിക്കുക, നമ്മൾ പൂജകൾ ചെയ്യുക. ഇതൊക്കെ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇപ്പോൾ കുറേയൊക്കെ വരുന്നുണ്ട്. ഗണപതി പൂജ, ഭഗവതി സേവ എന്നൊക്കെ പറഞ്ഞു വരണതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഈ സമയത്ത് നമുക്ക് ദക്ഷിണായ ദിക്കിലേക്ക് സൂര്യൻ പോകുന്ന സമയത്ത് പൊതുവേ ദൈവീകത കുറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള, അത് പിതൃലോകത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അവരുടെ ആ ഭാഗങ്ങൾ, ആ കവാടങ്ങൾ തുറന്നു കിട്ടുക എന്നുള്ളതാണ്. പിതൃലോകം തുറന്ന് പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഭൂമിയിൽ കുറച്ച് ഇൻഫ്ലുവൻസ് കൂടുന്ന സമയമാണ്. ഒരു നെഗറ്റീവ് എനർജിക്ക് ഇൻഫ്ലുവൻസ് കൂടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം, ശ്രാവണ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ബോഡി എല്ലാം ഒന്ന് വീക്കാവും. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി വയ്ക്കുന്നത്. അതുപോലെ പിഴിച്ചിലും ഒക്കെ പോകുന്നത്. ആത്മീയമായിട്ട് നമ്മൾ ക്ഷീണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദേഹം പലവിധ അസുഖങ്ങളുണ്ടാകും. അന്തരീക്ഷത്തിൽ കുറേ അണുക്കളൊക്കെ അങ്ങനെ താപനിലയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആഹാര രീതി അത് നമ്മുടെ ബോഡി ശുദ്ധീകരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ആയുർവേദം അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കർക്കിടകമാണ് ആ മാസത്തിൽ നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും ബോഡിയെയും ഒരേപോലെ ശുദ്ധീകരിക്കേണ്ട സമയമാണ്. അപ്പോൾ അതിന് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കർക്കിടക ഔഷധക്കഞ്ഞികൾ കഴിക്കുക. അതുപോലെ തന്നെ പിഴിച്ചിൽ, ധാര, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ബോഡിയെ ഒരു വർഷത്തേക്കുള്ള, അതായത് മലയാളം കലണ്ടറിലെ അവസാനത്തെ മാസമാണ് കർക്കിടക മാസം. പിന്നെ വരുന്ന ചിങ്ങ സന്തോഷത്തിൻ്റെ മാസമാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രയാണം, അതിനകത്തോട്ടുള്ള ഒരു ഉത്സാഹഭരിതരായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറച്ച്, അതായത് കർക്കിടകത്തിൻ്റെ കറുപ്പ് കയറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടങ്ങളുണ്ടാവും. മനസ്സൊന്ന് വിങ്ങുന്ന പോലെ ഒന്നും ശരിയല്ലേ. നമുക്കൊരു കാർമേഘമൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമുക്കൊരു പ്ലാനത തോന്നുന്ന സമയമാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ടും നമ്മൾ പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് പലവിധ ദുരിതങ്ങളുണ്ടാവും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് മാജിക്കാരൊക്കെ ശരിക്കും വരുന്നത് ശനിദശ, ഏഴര ശനി, രാഹുർദശ, ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഓറ വീക്കായിരിക്കും. അത് നമ്മൾ മോശമായ ഒരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന പീരീഡാണ്. ആ സമയത്ത് കർക്കിടകവും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മൾ കുറച്ചും കൂടി നമ്മൾ അവെയറായിട്ടിരിക്കണം. കാരണം ആ സമയത്ത് ബോഡി നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള പോസിറ്റീവ് എനർജീസിനൊക്കെ കൂട്ടിക്കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടായി ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ മാസം അവർക്ക് തിരഞ്ഞെടുക്കാൻ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വേഗത്തിൽ ഫലം കാണും. മറ്റേതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ദേവന്മാരുറങ്ങുന്നു, നമ്മൾ സ്പിരിച്വലി അവെയറല്ല, നമ്മൾ സ്പിരിച്വലി കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓറ വീക്കാവും, ബോഡി വീക്കാവും, നമുക്ക് അന്തരീക്ഷത്തിലുള്ള കുറേ വ്യത്യാസങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിലേക്ക് വരാനും നമ്മൾ ഒരു സൈക്കിക് ഡിസോർഡർ ഉണ്ടാക്കാനും പാകത്തിനാവും.